ഗോപു, 2 കുട്ടികള്. ഉം. സെയിം ഐക്യു. ഓക്കെ. സെയിം ക്ലാസ്സിൽ പഠിക്കുന്നു. പക്ഷെ ഒരു കുട്ടി റോബോട്ട് ഉണ്ടാക്കുന്നു. വേറെ ഒരു കുട്ടി എക്സാം എഴുതാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഇരുന്ന് മെമ്മറൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ അല്ലേ? 2 കുട്ടികള് 2 പാർട്ട് ഓഫ് ദി വേൾഡ് ആണ് ഇരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ കഴിവ് ഒരേപോലെ. പക്ഷെ 2 കുട്ടികളും എന്താണ് ചെയ്യുന്നത്? ഹൂ ഈസ് ഫ്യൂച്ചർ റെഡി ഹിയർ? അല്ലേ? ഈ ക്വസ്റ്റ്യൻ വളരെ റെലവൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓരോ സ്ഥലത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം അതല്ലേ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പുറത്തും നമ്മുടെ ഇന്ത്യയിലും എത്തി. പുറത്ത് ബേസിക്കലി കുട്ടികളുടെ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യണം, പിന്നെ എങ്ങനെ ഒരു കാര്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, അനലൈസ് ചെയ്യണം, എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ച് പഠിക്കണം എന്നാണ്. നമ്മളിവിടെ എങ്ങനെ മാർക്സ് സ്കോർ ചെയ്യണം, മാർക്സ് സ്കോർ ചെയ്യണമെങ്കിൽ എങ്ങനെ മെമ്മറൈസ് ചെയ്യണം, അങ്ങനെ ബുക്ക് ഫ്രണ്ട്ലി ആക്കി മാത്രം കുട്ടികളെ മാറ്റുക. ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി അവരെ എൻകറേജ് ചെയ്യുന്നില്ല ആക്ച്വലി നമ്മളെ സിസ്റ്റം. അതെ. ഇത് എനിക്ക് തോന്നുന്നു ആ ലേണിംഗ് സ്റ്റൈലിലേ നല്ല ഡിഫറൻസ് ഉണ്ടെടാ. ഇപ്പൊ ഈ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ശരിക്കും പ്രാക്ടിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് സ്റ്റൈലാണ് അവർ യൂസ് ചെയ്യുന്നത്. റിയൽ ലൈഫ് സിനാരിയോസ് ആണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻസ്, പ്രോജക്ട്സ് ഒക്കെ കുഞ്ഞു കുട്ടികൾക്ക് സ്വന്തമായി ചെയ്തിട്ട് കൊണ്ടുവരുത്തിക്കാൻ വേണ്ടിയാണ് അവർ ട്രൈ ചെയ്യുന്നത്. പക്ഷെ നമ്മളുടെ ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലോ, ഇവിടെയാണെങ്കിൽ എങ്ങനെയെങ്കിലും ആ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് പഠിക്കുക. ടെക്സ്റ്റ് ബുക്ക് ഫുൾ കണ്ടന്റ് ഹെവിയാണ്. തിയറീസ് എങ്ങനെയെങ്കിലും മെമ്മറൈസ് ചെയ്യുക. അതുപോലെ നോക്കിയിട്ടുണ്ട് ഇവിടെ ഒരു വൺ വേ ടീച്ചിങ് ആണ്. ഒരു ടീച്ചർ എന്തോ കുട്ടികളെ പഠിപ്പിക്കുന്നു, കുട്ടികൾ അത് പഠിക്കുന്നു. ഇതല്ലാണ്ട് വേറെ ഒന്നും ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ മിക്ക സ്കൂൾസിലും നടക്കുന്നില്ല. അതിൻ്റെതായ പ്രഷറും വർക്ക് ലോഡും കുട്ടികൾക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ നീ പുറത്തുനിന്ന് ഇപ്പം റീസെൻ്റ്ലി വായിച്ചിട്ടും ഉണ്ടാവും എങ്ങനെയാണ് ഡബിൾ റിഡക്ഷൻ പോളിസി വന്നിരിക്കുന്നത്. അതായത് കുട്ടികളുടെ ഹോംവർക്ക് കുറച്ചു, ഹെവി അല്ലാതാക്കി, കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിന്നൊക്കെ മാറ്റി നേരെ പ്രോബ്ലം സോൾവിങ് മെത്തേഡിലേക്ക് കുട്ടികളെ അവർ ഡൈവേർട്ട് ചെയ്ത് വിടുക. ഇവിടെ വേറെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ മാർക്സ് കിട്ടണം, അപ്പം ഹോംവർക്ക് കൂടുതൽ ചെയ്യണം. ഹോംവർക്ക് ചെയ്യുന്നതിന് പുറമെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് നിങ്ങൾ കൂടുതൽ കോച്ചിങ് എടുക്കണം. ഈ കോച്ചിങ് ഒക്കെ എടുക്കുന്നത് പുറമെ ഇപ്പം എന്താ പറ്റുന്നത് വെച്ചാൽ സൺഡേസ് പോലും കുട്ടികൾക്ക് ഫ്രീ അല്ല. അവരെ മേലെ ലോഡും പ്രഷറും കൂട്ടിക്കൊണ്ടിരിക്കുക. പക്ഷെ അണ്ടർസ്റ്റാൻഡിങ്ങും അതുപോലെ എന്താ പറയുക അപ്ലിക്കേഷൻ ഓഫ് വാട്ട് ദേ ഹവ് ലേൺഡ് ആ കാര്യങ്ങൾക്കൊന്നും സമയവുമില്ല. നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അതിനുള്ള സ്കില്ല് ഡെവലപ്പും ചെയ്യുന്നില്ല. ഇതുകൊണ്ട് പോകെ പോകെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫ്യൂച്ചർ പെട്ടെന്ന് നമുക്കിപ്പോൾ അറിയാം ടെക്നോളജിയൊക്കെ ഭയങ്കരമായിട്ട് അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുക. ഉം. ഈ 2 കുട്ടികളെ എടുത്ത് കമ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൂ ഈസ് ഫ്യൂച്ചർ റെഡി? ആക്ച്വലി വെസ്റ്റേൺ കൺട്രീസിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇപ്പം AI ടീച്ചിങ് ഉം. തുടങ്ങി, ഉം. അതുപോലെ റോബോട്ടിക്സ് തുടങ്ങി, ഇന്നൊവേഷൻ തുടങ്ങി, കുട്ടികളെ തന്നെ എക്സ്പെരിമെന്റ് ചെയ്ത് പല പല കാര്യങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു ഫെസിലിറ്റേറ്റിങ്ങും എല്ലാം തുടങ്ങി. വേറെ ഇവിടെയോ എഗെയിൻ മാർക്സ്, എക്സാംസ് എങ്ങനെ എഴുതാം, എങ്ങനെ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം എന്നല്ലാണ്ട് ഈ ഫ്യൂച്ചർ റെഡി ആയിട്ടുള്ള ഒരു ടെക്നോളജി അറ്റ് ദ റൈറ്റ് ഏജ് ഉം. വരുന്നേയില്ല. ഇല്ല. ആ അപ്പം ആ കുട്ടികൾക്ക് എന്ത് എന്ത് ഡെവലപ്മെന്റ്, എന്ത് ഫ്യൂച്ചർ അഡ്വാൻസ്മെന്റ്സ് വന്നാലും ദേ ആർ റെഡി ടു ഫേസ് ഇറ്റ്, ദേ ആർ റെഡി ടു കോപ്പ് വിത്ത് ഇറ്റ്. നമ്മുടെ കുട്ടികളല്ല, ബിക്കോസ് ദേ ഹാവ് നോ നോളജ് അബൌട്ട് ഇറ്റ്. അതെന്താ പറയുക, ഈ റിഫോംസ് ഒക്കെ ഒരു സെൻട്രലൈസ്ഡ് വേയിൽ വരണടാ. ഗവൺമെന്റ് സൈഡിൽ നിന്നാണ് റിഫോംസ് വരണ്ടേ. ഇക്കോണമി ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും ശരിക്കും റിഫോംസ് വരണം. വേറെ വർഷങ്ങൾ മുമ്പ് ഏതോ ഒരു ടെക്സ്റ്റ് ബുക്ക് പ്രിപ്പയർ ചെയ്തു അല്ലെങ്കിൽ ഒരു സിലബസ് പ്രിപ്പയർ ചെയ്തു പറഞ്ഞിട്ട് ആ കുറേ ബോർഡ്സ് അതിൽ ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ്, ആ ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡിൽ ഡിഫറെൻറ്റ് ലെസൺസ് ടു ലേൺ പോലെ ഉള്ളൂ അവർക്ക്. അല്ലാതെ ഇവിടെ അപ്ലിക്കേഷനോ ഇക്കോണമി ചേഞ്ചിങ്, വേൾഡ് ഇസ് ചേഞ്ചിങ്, കുറേ റിഫോംസ് വന്നു, ഇതൊന്നും ഇവിടെ വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഈ പ്രോബ്ലം സോൾവിങ് എബിലിറ്റി കുട്ടികൾക്ക് ഇല്ലാണ്ടാവുന്നതും. ഇത് ശരിക്കും കുട്ടികളുടെ മൈൻഡ് സെറ്റിനെയും ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഈ വെസ്റ്റേൺ കൺട്രീസിൽ ഇങ്ങനത്തെ ഒരു ഗുഡ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ആക്ച്വലി ഇന്നോവേറ്റ് ചെയ്യാനും ഒരു ഫെയിലിയർ വന്നാലും ദാറ്റ്സ് ഓക്കെ, ഇറ്റ്സ് പാർട്ട് ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞ് പിന്നെയും അവർക്കത് ട്രൈ ചെയ്യാനും ദെൻ സക്സസ്ഫുൾ ആവാനും അവർക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇവിടെ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു റീസൺ കൊണ്ട് മാർക്സ് കിട്ടിയില്ലെങ്കിൽ ആ കുട്ടിയുടെ സെൽഫ് വർത്ത് തന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. വൈ? ബിക്കോസ് മഗപ്പ് ചെയ്ത് എഴുതാൻ പറ്റിയില്ല ഫോർ വാട്ട് എവർ റീസൺ. അപ്പൊ ആ കുട്ടിക്ക് സെൽഫ് വർത്ത് ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുട്ടികൾക്ക് റൈറ്റ് ഫ്രം ദെയർ ചൈൽഡ്ഹുഡ് ദേ ആർ സോ സ്കേർഡ് ഓഫ് ഫെയിലിയർ. ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു
ഞാൻ ജീവിതത്തിൽ തോറ്റുപോയി, എന്നെക്കൊണ്ട് ഇനി ഒന്നിനും കൊള്ളില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ആൾക്കാർ ആ കുട്ടിയെ നോക്കുന്നതും ആ കുട്ടിക്കും അങ്ങനത്തെ ഒരു ഒരു ഇതാണ് നമ്മൾ കൊടുക്കുന്നതും, വിച്ച് ഇസ് റിയലി റിയലി ബാഡ്. അതെ. അവര് കുറെ ഇന്നോവേറ്റേഴ്സ്, ബിൽഡേഴ്സിനെയൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പം, നമ്മൾ എക്സാം ടോപ്പേഴ്സും ഏത് എക്സാം കൊടുത്താൽ എക്സാം എക്സ്പേർട്സിനെ ക്രിയേറ്റ് ചെയ്യുക. പക്ഷെ ഫൈനലി അവരൊക്കെ ചെയ്യുന്നത് ജോബ് സീക്കേഴ്സായി മാറുകയാണ്. ടാലന്റ് ഇല്ലാഞ്ഞിട്ടല്ല. അതെ പക്ഷെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം കുട്ടികളിൽ ഉണ്ടാക്കി വരുന്നത് ഇതാണ് ജോബ് സീക്കേഴ്സ് ഫൈനലി. അതെ ശരിക്കും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇറ്റ്സ് ഹൈ ടൈം നമ്മൾ ഇതിനെ ഒന്ന് റിഫോം ചെയ്ത് ഗവൺമെന്റ് തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഈ പഴയ സിസ്റ്റത്തിനൊക്കെ ഒന്ന് മാറ്റി ഈ ടെക്നോളജിക്കലി എല്ലാം നല്ല ഹെവി ആക്കി നല്ല സ്കിൽ ബേസ്ഡ് ലേണിംഗ് അത് കൊണ്ടുവരേണ്ട ടൈം ആക്ച്വലി കഴിഞ്ഞു. ടാലന്റിന് ആക്ച്വലി ഇന്ത്യയിൽ ഒരു കുറവുമില്ല. ഏത് പ്രഷറും വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള എബിലിറ്റി നമ്മളെ കുട്ടികൾക്ക് ഓൾറെഡി ഉണ്ട്. പക്ഷെ വരുന്നതിനനുസരിച്ച് പ്രോപ്പർ ഗൈഡൻസ്, അതായത് ഈ ചേഞ്ച് ഇക്കോണമിയിൽ വരുമ്പോൾ എവിടെയൊക്കെ എന്തൊക്കെ റിഫോംസ് വരണം നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വന്നു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ഫ്യൂച്ചർ ഇസ് വെരി ബ്രൈറ്റ്. അതെ ആ ഇന്ത്യ ക്യാൻ ഡെവലപ്പ് സോ ഫാസ്റ്റ്. അല്ലേ? അപ്പം നമ്മൾ എപ്പോഴും വി ഹാവ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് വാട്ട് വി ചൂസ്, ഹൗ വി ബിൽഡ് ആ നേഷൻ എന്നും. അപ്പം നേഷൻ ഇസ് ഓൾസോ നമ്മുടെ അസെറ്റ് അല്ലേ? അതിന്റെ ഫ്യൂച്ചർ ഇസ് നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റുഡൻസ്. അപ്പോൾ ഇപ്പോഴത്തെ സ്റ്റുഡൻസിനെ ബെസ്റ്റ് ആക്കാൻ വേണ്ടി നമ്മൾ ഹോൾ കൺട്രി ആസ് വൺ നിൽക്കണം. പാരൻസ് ആയ നമുക്കും നല്ല റോൾ ഉണ്ട് ഇതിൽ. എവിടെയൊക്കെ നമുക്ക് നമ്മുടെ ഇൻപുട്ടും സജഷൻസും കൊടുക്കാൻ പറ്റും, നമ്മുടെ വോയിസ് റേസ് ചെയ്യാൻ പറ്റും, നമ്മൾ റേസ് ചെയ്യണം. ചിൽഡ്രൻ ആർ അവർ ബ്ലെസ്സിങ് അല്ലേ? നമ്മൾ എല്ലാ ബ്ലെസ്സിങ്സും അല്ലേ കൗണ്ട് ചെയ്യാറ്. സോ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് ആൻഡ് കീപ് വാച്ചിങ് എക്കോസ് ഓഫ് ഹൗ ഇറ്റ് റൺ ആൻഡ് ഗോ.